Hello dear students. So in the last classes we started learning our chapter your bones and muscles, right? And then we learned about the different working of different organ systems. Then we learned about our skeletal system, the different functions of the bone, and then we learned about the different parts of bone, and we started learning about the different bones also. We learned about the bones in head, then we learned about the bones in the trunk, and that included ribs, spine and pelvis, right? Now in today's class we are going to learn about two more different type of bones, the bones in your hand and the bones in your leg. And after that we are going to learn about the different joints in our body. These are the things that we are going to learn today. So let's go on to the chapter. So dear students, we are going to begin our chapter by learning about the bones of the hand. So as you already know, we have very long bones in our hand. From the first column onwards, first table, we learned that the function of the bones, when we learned about the different function of the bones, we learned that the bones in the hands are very long, right? And you know that your arm is attached to your shoulder blade. അല്ലേ, നമ്മുടെ കൈ എങ്ങോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഷോൾഡറിലോട്ട്. ഈ ഷോൾഡർ എന്ന് പറയുന്നതാണ് ഷോൾഡർ ബ്ലേഡ് എന്ന് പറയുന്നത്. ആ ഷോൾഡറിൻ്റെ പോർഷൻ എന്ന് പറയുന്നതാണ് ഷോൾഡർ ബ്ലേഡ് എന്ന്. അപ്പോൾ നമ്മുടെ ആം എവിടേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഇസ് അറ്റാച്ച് ടു ദി ഷോൾഡർ ബ്ലേഡ്സ്. ആൻഡ് ഓൾസോ യു ഹാവ് യുവർ കോളർ ബോൺ. വാട്ട് ഈസ് എ കോളർ ബോൺ? നിങ്ങളുടെ ഷർട്ടിൻ്റെ കോളർ എവിടെയാണ് ഉള്ളത്? യെസ്, അവിടെ അല്ലേ. അപ്പോൾ ആ ഭാഗത്തുള്ള നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ചിലർക്കാണെങ്കിൽ മെലിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് പൊന്തി നിൽക്കുന്ന ഒരു ബോൺ ഉണ്ടാവും കഴുത്തിൻ്റെ ഇവിടെ. അതിനാണ് എന്ത് പറയുന്നത്? കോളർ ബോൺസ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് കോളർ ബോൺസ് and the arm which is attached to the shoulder blade will help you rotate your arm freely. ഇത് ഈ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ബോൺ എങ്ങോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഷോൾഡറിലാണ്. കോളർ ബോണും ഷോൾഡർ ബ്ലേഡ് ഷോൾഡറിലാണ് ഉള്ളത്. ഇത് എന്ത് ചെയ്യാൻ സഹായിക്കുന്നു? നമ്മുടെ ആമിനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കൈ ഒന്ന് തിരിച്ചും ഒക്കെ നോക്കിക്കേ, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ഒരു ഷോൾഡറുമായിട്ടുള്ള ഈ ജോയിൻ്റ്, ഈ ഹാൻഡും ഷോൾഡറുമായിട്ടുള്ള ജോയിൻറ്റിൽ എന്ത് ചെയ്യാം? ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ആം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയേ. യെസ്, റൈറ്റ്. And you also know that hands have long bones and it will allow you to stretch to reach out far off things. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൂരോട്ടുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം? കൈ നീട്ടി പറിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മരത്തിലൊരു പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ നീട്ടി പറിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു? ഈ ലോങ് ബോൺസ് ദൂരെയുള്ള സാധനങ്ങൾ സ്ട്രെച്ച് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് പറ്റുന്നു? നമ്മളെ ഈ ലോങ് ബോൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. And also you know that there are bones in your hand, in your fingers and wrist. ഹാൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൈപ്പത്തിയിലും നിങ്ങളുടെ ഫിംഗേഴ്സിലും. നിങ്ങളുടെ റിസ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ വാച്ചിന് എന്താ പറയുക? നമ്മുടെ കൈ കെട്ടുന്ന വാച്ചിന് എന്താ പറയുക? റിസ്റ്റ് വാച്ച് എന്ന് പറയുക അല്ലേ. അപ്പോൾ ആ റിസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഈ ഹാൻഡും ഈ ആമും കൂടി ജോയിൻ ചെയ്യുന്ന സ്ഥലം, അതാണ് എൻ്റെ റിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിയാൽ കാണാം. ഇതാണ് റിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഭാഗത്തിനാണ് നമ്മുടെ ബോഡിയിൽ എന്തെന്ന് പറയുക? റിസ്റ്റ് എന്ന് പറയുക. അപ്പോൾ എന്തുണ്ട്? ഹാൻഡ്സിലെ ബോണുണ്ട്, ഹാൻഡിലെ ബോൺസ് ഉണ്ട്, ഫിംഗേഴ്സിലെ ബോണുണ്ട്, കൂടെ റിസ്റ്റിലെ ബോണും ഉണ്ട്. ഈ ബോണിന് നമ്മളെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് അസ് ടു ഡ്രോ, ഗ്രിപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഒരു സാധനം ഗ്രിപ്പ് ചെയ്യുക, ഒരെണ്ണം പിടിച്ചു വെക്കാൻ വേണ്ടി. ടു ഡ്രോ, ടു പുഷ്, പുൾ, ഈറ്റ്, റൈറ്റ് ആൻഡ് ഈവൻ പ്ലേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാനും എന്താ സഹായിക്കുന്നത്? ഈ ഹാൻഡിലെയും ഫിംഗറിലെയും റിസ്റ്റിലെയും ബോൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ദി other part of the bone, the main 3 bones ആണ് നമ്മുടെ ഹാൻഡിലുള്ളത്. If you look at the picture you can see there are 3 different bones, humerus, radius and ulna. ഈ മുകളിലുള്ള ഈ ഭാഗമാണ് ഈ 3 ബോൺസ്. നോക്കിയാൽ തന്നെ അറിയാം, മുകളിലൊരു ബോണുണ്ട്, പിന്നെ 2 ബോൺ എന്ത് ചെയ്തിട്ടുണ്ട്? അടുത്തടുത്തായിട്ടുണ്ട്. അപ്പം ഈ ഒരു ബോണിന് എന്ത് പറയുക? ഹ്യൂമറസ് എന്ന് പറയുക. ഈ 2 ബോണും കൂടിയാണ് എന്ത്? റേഡിയസ്, അൾന. ഇങ്ങനെ 3 ലോങ് ബോൺസ് കൂടിയിട്ടാണ് എന്തുള്ളത്? ആം ഉള്ളത്. എന്തൊക്കെയാണുള്ളത്? ഹ്യൂമറസ്, റേഡിയസ് ആൻഡ് അൾന. These are the 3 main bones of a hand. Then in our wrist there are 8 small bones. എന്താണുള്ളത്? 8 small bones കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ടാണ് എന്തുള്ളത്? നമ്മുടെ റിസ്റ്റ് ഉള്ളത്. ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈപ്പത്തി, അതെന്താ ഉള്ളത്? 5 ലോങ് ബോൺസ്, 1 2 3 4 5 5 ലോങ് ബോൺസ് കൂടിയിട്ടാണ് എന്തുള്ളത്? നമ്മുടെ ഹാൻഡ് ഉള്ളത്. വാട്ട് അബൌട്ട് our fingers? You already know about the finger, right?
in our finger case we have 5 fingers and only the thumb. തമ്പിൽ മാത്രം 2 ബോൺസേ ഉള്ളൂ. നിങ്ങൾ വെറുതെ കൈ മടക്കി നോക്കിയാൽ മതി. ഫിംഗേഴ്സ് മടക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? രണ്ടിടത്ത് നമുക്ക് മടക്കാൻ പറ്റും അല്ലേ? സോ ഈച്ച് ഓഫ് ദി ഫിംഗേഴ്സ് ഹാവ് 3 bones. 1 2 3 1 2 3. 1 is in the tip. Sorry. Yes. 1 2 3 1 2 3 1 2 3 1 2 3. But the thumb only has 2 bones. You can check out your hands only. Take your hand and count the number of bones. So you will see there are 3 bones each on every finger and only 2 bones on the thumb. Like that you have so these many bones in your hand, and the main 3 bones are humerus, radius and ulna. So these are the different bones in our hand. Mainly you have to focus on these names, the name of the 3 main bones. അത് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. Next we will go on and move on to learn about the different bones in our leg. So you know that the leg is attached to the pelvis. ഈ മുകളിൽ കാണുന്ന ഈ ഭാഗം എന്ന് പറയുന്ന പെൽവിസ് ആണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് പെൽവിസ്. So the leg is attached to the pelvis, and you know that leg bones are very tough and strong because it is carrying the weight of our whole body. നമ്മുടെ ബോഡിയുടെ ഫുൾ വെയിറ്റ് സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ കാലുകളിലാണ് അല്ലേ? നമ്മുടെ കാലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ നമ്മുടെ ഫുൾ ബോഡി, അപ്പർ ബോഡിക്കാണ് കൂടുതൽ വെയിറ്റ് ഉള്ളത്. ആ അപ്പർ ബോഡിയുടെ വെയിറ്റ് മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്ന ബോൺസ് ആയതുകൊണ്ട് എന്താണ്? ടഫ് ആൻഡ് സ്ട്രോങ് ആണ് ലെഗിലെ ബോൺസ്. ആൻഡ് ഓൾസോ ദീസ് ബോൺസ് ഹെൽപ്പ് us to jump, hop, walk, run, climb, dance, etc. Right? And like in the case of hands, legs also has 3 main bones. One is femur, second one is tibia, and third one is fibula. And in the picture you can see the femur. The red one is femur, the yellow one is tibia, and the green one is fibula, just like that in the hand. And this femur, the red one that you see, is the longest bone in your body. നിങ്ങളുടെ ബോഡിയിലുള്ള ഏറ്റവും നീളം കൂടിയ ഏറ്റവും വലിയ ബോണാണ് ഏത്? ഈ ഫെമർ എന്ന് പറയുന്നത്. ഫെമർ ഇസ് ദി ബിഗ്ഗസ്റ്റ് ബോൺ ഇൻ യുവർ ബോഡി. ഏറ്റവും നീളം കൂടിയ ലോങ്ങസ്റ്റ് ബോൺ ഇൻ യുവർ ബോഡി ഈസ് ഫെമർ. ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ് ഫെമർ ഇസ് ദി ലോങ്ങസ്റ്റ് ബോൺ ഇൻ യുവർ ബോഡി. നെക്സ്റ്റ് we know that there is the angle. You know which is the angle? Angle എന്ന് പറയുന്നത് നിങ്ങളുടെ കാലിൻ്റെ ഉപ്പൂറ്റി അല്ല, ആ ഒരു ഈ കാലും ഈ കാൽപാദവും കൂടി ജോയിൻ ചെയ്യുന്ന അവിടെ. ദ ആംഗിൾ ഹാസ് 7 bones. സോൾ ഓഫ് ദ ഫീറ്റ്. സോൾ ഓഫ് ദ ഫീറ്റ് എന്ന് പറഞ്ഞാൽ കാൽപാദത്തിനാണ് പറയുന്നത്. കാൽപാദത്തിന് എന്തുണ്ട്? 5 long bones കൂടിയിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? സോൾ ഓഫ് ദ ഫീറ്റ്. ദ വയലറ്റ് വൺ ഹിയർ ഇസ് ദി ഇതാ നോക്കുവാണെങ്കിൽ കാണാം, ഈ വയലറ്റ് കളറിലുള്ള യെല്ലോൻ്റെ താഴെയുള്ള വയലറ്റ് കളർ അതാണ് ആംഗിൾ. ആംഗിൾ ഇസ് മേഡ് അപ്പ് ഓഫ് 7 bones. ദി സ്കൈ ബ്ലൂ കളറിലുള്ളതാണ് എന്ത്? ലെഗിൻ്റെ സോൾ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് 5 long bones. And then the next purple ones are the bones of the toe, and there are 14 bones. അത് എത്ര എണ്ണം ഉണ്ട്? 14 ഉണ്ട്. And this all bones together gives balance to our body. നമ്മുടെ ബോഡിക്ക് ഈ എല്ലാ ബോൺസ് കൂടി ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് എന്ത് പറ്റുക? നമ്മുടെ ബോഡിക്ക് എന്ത് കിട്ടുക? ഒരു ബാലൻസ് ഉണ്ടാവുക. അല്ലെ കാലിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ നമ്മുടെ ബാലൻസ് തെറ്റില്ല. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ യു നോ ദാറ്റ് സർട്ടൻ പീപ്പിൾ ഹാവ് ഷോർട്ടർ ലെഗ്സ്, റൈറ്റ്? ചിലർക്കുണ്ടാവും ഒരു കാലിന് ഇച്ചിരി വലിപ്പം കുറവുണ്ടാവും അല്ലേ? അപ്പോൾ അവരുടെ ബോഡിയുടെ ബാലൻസ് എന്ത് ചെയ്യും? അതിനനുസരിച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അവർക്ക് നേരെ നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? കുറച്ചൊന്ന് ഒരു വ്യത്യാസമായിട്ടാണ് അവർ നടക്കുക അല്ലേ? സോ these all legs together gives the balance to our body. നമ്മുടെ ബോഡിയുടെ ബാലൻസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഈ ലെഗ്സിലുള്ള ബോൺസ് എല്ലാം കൂടി ഒരേപോലെ നന്നായിട്ടുണ്ടെങ്കിലാണ് എന്താവുക? നമ്മുടെ ബോഡിക്ക് നല്ല ബാലൻസ് ഉണ്ടാവുക. ഓൾസോ നമ്മുടെ ഫീറ്റിലുള്ള ബോൺസ് എല്ലാം എന്താണ്? ഫ്ലാറ്റും വൈഡും ആയിട്ടാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ നല്ല ഇങ്ങനെ എന്താ നമുക്ക് കാല് കുത്തി നിൽക്കാൻ പാകത്തിന്. അതുകൊണ്ടാണ് നമുക്ക് എന്താ ബോൺസ് അങ്ങനെ കാലിൻ്റെ അതിലുള്ള ആ ഷേപ്പിലുള്ളത് കൊണ്ടാണ് നമുക്ക് നേരെ നിൽക്കാൻ പറ്റുന്നത്. ഇതിന് പകരം ഇതെല്ലാം കൂടി ഒരു അടുപ്പിച്ചെല്ലാം കൂടി ഒരു വര പോലെ ഉണ്ടായിരുന്നില്ലെങ്കിലോ നമുക്ക് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന പോലെ നമുക്ക് നിൽക്കാൻ പറ്റുമോ? നമ്മൾ നടക്കുന്ന പോലെ നമുക്ക് നടക്കാൻ പറ്റില്ല. അത് എങ്ങനെയുള്ള ഷേപ്പിലാണോ ആ ഷേപ്പിലായിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് പറ്റുന്നത്? നേരെ നിൽക്കാനൊക്കെ പറ്റുന്നത്. This is the only thing that you have to learn about the bones in the leg and feet. So the main thing that you have to learn is the name of the 3 main bones. So now we are finished with the different bones in our body. We learned about the bones in the head, trunk, then we learned about the bones in the hands, and then we learned about the bones in the ankle.
സോ ഓൾസോ you have to know that നമ്മുടെ കൈയും നമ്മുടെ റിസ്റ്റും ഹാൻഡും ഫിംഗേഴ്സും കൂടിയിട്ട് 54 ബോൺസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ലെഗിൻ്റെ കേസ് വരുമ്പം നമ്മുടെ ഫീറ്റും ആങ്കിളും ടോസും എല്ലാം കൂടിയിട്ട് 52 ബോൺസ് ഉണ്ട്. Now I'm asking you one question. How many bones are there in your body? ടോട്ടൽ എത്ര ബോൺ ഉണ്ട് അറിയാമോ? ഓക്കെ. സോ നമ്മൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിട്ടുപോയാൽ നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും, എ ന്യൂ ബോൺ ബേബി ആക്ച്വലി ഹാസ് 300 ബോൺസ്. എത്ര ബോൺസാണ്? 300 ബോൺസ്. ബട്ട് വെൻ ദാറ്റ് ബേബി ബിക്കംസ് ആൻ അഡൾട്ട് എന്ന് വെച്ചാൽ എന്താ, വലുതായി കഴിയുമ്പോൾ ആ 300 എന്നുള്ള ബോൺസിൻ്റെ നമ്പർ കുറഞ്ഞ് എത്രയാവും? 206 ബോൺസ് ഉണ്ടാവും. എത്ര ഉണ്ടാവുള്ളൂ? 206 ബോൺസ്. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചില ബോൺസ് എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഒരു ബോണായിട്ട് മാറും. അങ്ങനെ ഫ്യൂസ് ചെയ്തിട്ട് എന്ത് പറ്റും? ബോൺസിൻ്റെ നമ്പർ കുറഞ്ഞിട്ട് എത്ര ഉണ്ടാവും? 206 ബോൺസ് ആണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാവുക. അതൊരു ഇൻഫൻ്റ് ആണെങ്കിൽ, ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ എന്തുണ്ടാവും? 300 ബോൺസ് ഉണ്ടാവും. And then we will go on to learn more about everything else, okay? And we will learn about the different joints in our body. സോ നമ്മൾ 3rd ചാപ്റ്റർ എത്തിയുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. യു മസ്റ്റ് റീഡ് ദി ടെക്സ്റ്റ് ബുക്ക് കെയർഫുള്ളി. സോ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദി ഡിഫറെൻറ്റ് joints. So what is a joint actually? You know that bones are very hard, right? And they can move and bend. When you look at your hands, your shoulder, when you look at your fingers, you can bend your bones, right? You know that the bones are very strong. നല്ല കട്ടിയുള്ളതാണ്. പക്ഷേ എന്ത് ചെയ്യുക, ആ കട്ടിയുള്ള സംഭവം നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ബെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് വേണ്ടതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വേണ്ട സ്ഥലങ്ങളിൽ അത് ബെൻഡ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യുന്നത്. 2 ബോൺസ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പ്ലേസിനാണ് എന്ത് പറയുക? ജോയിൻ്റ് എന്ന് പറയുക. ദ പ്ലേസ് where 2 bones meet is called the joint. So we can bend our hand, our fingers, because there is a place where 2 bones meet where they can be bent. And some joints are movable. ചില ജോയിൻസ് എന്താണ്, മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് സം അതർ ബോൺസ് cannot be moved. പക്ഷെ വേറെ ചില ബോൺസ് എന്ത് ചെയ്യാൻ പറ്റില്ല, cannot be moved. Now we are in this chapter, we are going to learn about the different bones in our body, so different joints in our body. So you know that when you looked at the picture of the skull, you saw that there are different bones. നമ്മൾ നേരത്തെ കണ്ടു സ്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് പല ബോൺസ് ജോയിൻ ചെയ്തേക്കുന്ന ഒരു പിക്ചർ കണ്ടല്ലേ. പക്ഷേ ഈ ജോയിൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാൻ പറ്റുമോ? സ്കള്ളിലുള്ള ബോൺസ് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലുള്ള ജോയിൻസ് വി cannot move those joints. But there are some other bones or joints which can be moved, like the joints in our fingers, in our hand, etc. അതെന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. So these will allow us to, for example, നമ്മുടെ ബാക്ക് ബോൺ നമ്മൾ പഠിച്ചു. ചെറിയ ബോൺസും കൊണ്ടാണ് നമ്മുടെ ബാക്ക് ബോൺ ഉണ്ടായിരിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. യെസ്, small vertebrae joined together forms the bone in a backbone. And you know that there are some joints there, and also these joints allow us to twist, turn and bend. So now we are going to learn about the different joints in our body. The first joint that we are going to learn about is the hinge joint. So have you heard of this term called hinge? ഹിഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹിഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ വാതിലും ജനലൊക്കെ നോക്കിക്കേ, ഈ വാതിലും ജനലും ഒക്കെ ഈ വാതിലിൻ്റെ കട്ടിളേനോട് ജോയിൻ ചെയ്തേക്കുന്നത് ഒരു സംഭവം വെച്ചിട്ടാണ്. എന്താ ഹിഞ്ച് എന്ന് പറയുന്നത്? ഈ പിക്ചറിൽ കാണുന്ന ഇതാണിത് ഹിഞ്ച് എന്ന് പറയുന്നത്. ഈ ഹിഞ്ച് എന്ന് പറയുന്ന സാധനം വെച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ ദീസ് ഹിഞ്ചസ് വിൽ ഹെൽപ്പ് us to ഓപ്പൺ ആൻഡ് ക്ലോസ് എ ഡോർ. ഒരു എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സഹായിക്കുന്നതാണെന്ന് ഹിഞ്ച്. നമ്മുടെ ബോഡിയിലും ഇങ്ങനെയുള്ള ചില ജോയിൻസ് ഉണ്ട്. ഈ ജോയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വശത്തുനിന്ന് മുന്നോട്ടും പുറകോട്ടും മാറ്റാൻ പറ്റും. എന്ന് വെച്ചാൽ പകുതി 90 ഡിഗ്രി നമുക്ക് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ പിക്ചറിൽ കാണുന്നത് നിങ്ങളുടെ കൈ ഒന്ന് എടുത്ത് നോക്കണം. ഈ കൈ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു വിജാഗിരി തുറക്കുന്ന പോലെ നമുക്ക് അടയ്ക്കാനും തുറക്കാനും പറ്റും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഒരൊറ്റ ഡയറക്ഷനിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് മൂവ്മെൻറ്റ്സ് പോസിബിൾ ആവുള്ളൂ. സോ ദി ഹിഞ്ച് ജോയിൻസ് ഈസ് ഗിവിങ് യു these joints are in our fingers, in our toes. ഓക്കെ, എന്തുണ്ട്, ഈ സ്മോൾ ആയിട്ടുള്ള ഹിഞ്ച് ജോയിൻസ് ഉണ്ട്. എന്ത് ചെയ്യാൻ പറ്റും,
ഇറ്റ് ഗീവ്സ് us makes possible the backward and forward movements. പിന്നെ നമ്മുടെ എൽബോസിലും നീസിലും ഒക്കെ എന്തുണ്ട്, ഹിഞ്ച് ജോയിൻ ഉണ്ട്. But the problem here is you can straighten your legs and arms, but you can do it in the other direction. നിങ്ങൾ മുന്നോട്ടും പുറകോട്ടും ഒരു ഡയറക്ഷനിലേ ആക്കാൻ പറ്റുള്ളൂ. നേരെ പുറകോട്ടാക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് പറ്റുമോ? ബാക്കിലോട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ബെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഓൺലി പോസിബിൾ ഇൻ വൺ ഡയറക്ഷൻ. ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഹിഞ്ച് ജോയിൻ. എന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഈ പിക്ചർ കാണുന്നത് ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് പറ്റുമോ? നോ, ഇറ്റ്സ് നോട്ട് possible. So that is why it's called the hinge joint, since it is acting like the hinges in your doors and windows. Next one is the pivot joint. What is it? Yes, a pivot joint. This is mainly seen നമ്മുടെ ബാക്ക് ബോണും സ്കള്ളും കൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതുപോലെയാണ്. എന്ന് വെച്ചാൽ ഈ പിവോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സൂചി പോലത്തെ ഒരു സംഭവം ഉണ്ടാവും, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ. എന്ന് വെച്ചാൽ നമ്മുടെ ഈ പിക്ചർ കാണുന്ന പോലെ ഇതാ ഈ ബാക്ക് ബോണിൻ്റെ ഈ ബോണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ ഹെഡ് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന പോലെ, ഒരു പാരയുടെ മുകളിൽ തേങ്ങ കുത്തി വെച്ചിരിക്കുന്ന പോലെ അല്ലേ, something like that. So this pivot joint is joining our neck, is the joint in our neck, and it helps us to twist and turn our head. Twist and turn function മാത്രമല്ല, ഫ്രം സൈഡ് ടു സൈഡിൽ നിന്ന് ഓരോ സൈഡിലോട്ടും അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റും ആണ് എന്ത് പോസിബിൾ ആയിട്ടുള്ളത്, പിവോട്ട് ജോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജോയിൻറ്റിൽ പോസിബിൾ ആയിട്ടുള്ളത്. Next one is the ball and socket joint. What is it? A ball and socket joint. So this ball and socket joint actually is seen in our shoulders and in our hips. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിലോട്ട് നമ്മുടെ ഹാൻഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ജോയിൻറ്റിനാണ് എന്ത് പറയുന്നത്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഈ പിക്ചർ കാണുന്ന പോലെ ഒരു കുഴി പോലെയുള്ള ഒരു പാത്രത്തിലോട്ട് ഒരു ബോൾ പോലെയുള്ള എൻഡുള്ള ഒരു സ്റ്റിക്ക് ഇറക്കി വെച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലേ, എന്നിട്ട് എന്ത് ചെയ്യാം, അതിൽ ഒരുപാട് മൂവ്മെൻറ്റ്സ് പോസിബിൾ ആവും. So just like that, there is a cup-like portion in the ഒരു ബോൺസിൻ്റെ ഈ ഷോൾഡറിൻ്റെ ബോണിൽ എന്തുണ്ട്, ഒരു കപ്പ് പോലെ ഒരു കുഴി പോലത്തെ ഒരു ഇതുണ്ട്. അതിലോട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ ഹാൻഡിൻ്റെ ബോണിൻ്റെ റൗണ്ടഡ് ആയിട്ടുള്ളൊരു പോർഷൻ ഇറക്കി വെച്ചിരിക്കുന്ന പോലെ. എന്നിട്ട് എന്ത് പറ്റും, അതിൽ ഒരുപാട് മൂവ്മെൻറ്റ്സ് പോസിബിൾ ആവും. ചുറ്റാനും മൊത്തം ഒരു റൊട്ടേഷൻ മൂവ്മെൻറ്റും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള പോസിബിലിറ്റി എന്തിലുണ്ട്, ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിലുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് എ ഗ്ലൈഡിങ് ജോയിൻറ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ ആംഗിളിലും റിസ്റ്റിലും ഉള്ള ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, റിസ്റ്റിൽ 8 ബോൺസ് ഉണ്ടെന്നും ആംഗിളിൽ 7 ബോൺസ് ഉണ്ടെന്നും പറഞ്ഞു. ഇതെല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ ഗ്ലൈഡിങ് ജോയിൻറ്റ് വെച്ചാന്ന് വെച്ചാൽ ഇതിൻ്റെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഈ ബോൺസ് ഒന്നിൻ്റെ മുകളിൽ ഒന്നൊക്കെ ആയിട്ട് ഇങ്ങനെ തെന്നി മാറിയിട്ട് നല്ല രീതിയിലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് പോസിബിൾ ആവുന്നതാണ് ഇത്. ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് മൂവ്മെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ പോസിബിൾ ആവും. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് ഇതിലുള്ള കാര്യങ്ങൾ. ഇതിൽ പറഞ്ഞിരിക്കുന്ന 1-2 പോയിൻറ്റ്സ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാവുള്ളൂ. ഈ പറഞ്ഞിട്ടുള്ളത് അധികം വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല, 1-2 പോയിൻറ്റ്സ് ആയിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തൽക്കാലത്തേക്ക് നിങ്ങൾക്കിത് മാത്രമേ പഠിക്കാവുള്ളൂ. നിങ്ങൾ 6th സ്റ്റാൻഡേർഡിലും 7th സ്റ്റാൻഡേർഡിലും നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് പഠിക്കും. ഓക്കെ, so for today's class we'll stop it here. Thank you. Have a nice day.